29 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വിശദീകരിച്ച് വായിച്ചാൽ നമുക്ക് ബോധ്യമാകുന്നത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ നിത്യശക്തിയോ അവന്റെ ദിവ്യത്വമോ അവന്റെ അദർശ ലക്ഷണങ്ങളോ എല്ലാം ലോക സൃഷ്ടി മുതൽ ഇങ്ങനെ വെളിവായി വരുന്നുണ്ട്. മനുഷ്യന്റെ മനസാക്ഷിക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് ദൈവം അതെല്ലാം അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ അണിയിച്ചൊരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, പാപം മനുഷ്യന്റെ ഈ ആത്മാവിനെ അഫലമാക്കി മാറ്റിയതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? സത്യദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി മാറുകയും അവരുടെ ഹൃദയം ഇരുണ്ടുപോവുകയും ചെയ്തു. ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രയോഗം: അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഇത് അഫലമായതുകൊണ്ട് സംഭവിച്ചത്. സത്യദൈവത്തെ ആരാധിക്കേണ്ടതിന്, സത്യദൈവത്തെ പ്രണമിക്കേണ്ടതിന്, സത്യദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മിഥ്യയായതിന്റെ പിന്നാലെ പോകുവാൻ മനുഷ്യ മനസ്സ് വികലമായി പോയത് ആത്മാവഫലമായതുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ആ മനുഷ്യനെ ദൈവം 3 മാരകമായ ശിക്ഷകളിലേക്ക് ഏൽപ്പിച്ചു. അതാണ് റോമാലേഖനം 1:24 പറയുന്നു, ദൈവം അവരെ അശുദ്ധി കേൾപ്പിച്ചു. 1:26 പറയുന്നു, അവരെ ദൈവം അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. 1:28 പറയുന്നു, അതുകൊണ്ട് ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു കളഞ്ഞു. ഈ തരത്തിൽ മനുഷ്യവർഗം അങ്ങ് അകപ്പതിച്ചു പോയി. മനുഷ്യവർഗം വല്ലാത്തൊരു അരിഷ്ടതാവസ്ഥയിലേക്ക്, അസന്തുഷ്ടിയിലേക്ക് ആണ്ടുപോകാനിടയായി. എന്നിട്ട് അവൻ വരുത്തി വയ്ക്കുന്ന, ചെയ്തു കൂട്ടുന്ന 21 കൂട്ടം മാരക പാപങ്ങളുടെ ഒരു പട്ടിക വ്യക്തമായി സ്പഷ്ടമായി 28, 29, 30, 31, 32 വാക്യങ്ങളിൽ ഒന്നിന്റെയാണ് റോമാലേഖനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ദയനീയമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കാൻ പ്രത്യേക ശാസ്ത്രങ്ങൾ, രാഷ്ട്രീയ മീമാംസകൾ, തത്വസംഹിതകൾ, ആചാരാനുഷ്ഠാനക്രമങ്ങളൊന്നും ഉപകാരമാകാതിരുന്നപ്പോഴാണ് എന്റെ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി പകരം മരിപ്പാനും അവന്റെ പുണ്യാഹ രക്തം, അവന്റെ നിർദോഷ രക്തം, അവന്റെ നിഷ്കളങ്ക രക്തം, അവന്റെ വിലയേറിയ രക്തം, അവന്റെ കുറ്റമില്ലാത്ത രക്തം മാനവ കുലത്തിനു വേണ്ടി ചൊരിയുവാനും ഇടയായി തീർന്നത്. ഇതിനായിട്ടാണ് യേശു പ്രത്യക്ഷനായത്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇനി 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് അവൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ ചില പ്രവൃത്തികളുണ്ട്. എന്തെന്നാ പിശാചിന്റെ പ്രവൃത്തി? സത്യദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, ആന്തരിക ചേതന കൊടുക്കുന്ന, അധമമായിരിക്കുന്ന പ്രവൃത്തി. മനസ്സിലായോ? സത്യദൈവത്തിന്റെ എല്ലാവിധത്തിലുള്ള ഇഷ്ടങ്ങൾക്ക് ബദലായി മനുഷ്യനും നീങ്ങേണ്ടതിന് അവന്റെ ഉൾത്തടത്തെ പ്രേരിപ്പിക്കുന്ന അന്ധകാര വ്യാപാരം, അശുദ്ധ തത്വമായ പിശാച്, അന്ധകാരത്തിന്റെ മൂർത്തിയായ പിശാച് അവനെ കൊണ്ട് അരുതരുതാത്തത് മാത്രം ചെയ്യുകയാണ്. ഉള്ളിന്റെ ഉള്ളിൽ പകയും വൈരുദ്ധ്യതയും വിദ്വേഷവും വിമർശനങ്ങളും വാഗ്വാദങ്ങളും കൊടുത്തിട്ട് വല്ലാത്തതായിരിക്കുന്ന സ്പർദ്ധയും പിണക്കവും ക്രോധവും ഈർഷ്യയും കൊടുത്തിട്ട് അരുതരുതാത്തതിനോടെല്ലാം അവൻ ആസക്തി കൊടുത്തിട്ട് അവനെ ആ അന്ധതയിലേക്ക് നയിക്കുന്ന കിരാതമായ ആ പ്രവൃത്തിയുടെ കെട്ടഴിപ്പാനാണ് എന്റെ കർത്താവ് പ്രത്യക്ഷനായത്. മദ്യത്തിന് അടിമപ്പെട്ടുപോയ, പുകവലിക്ക് അടിമപ്പെട്ടുപോയ, രഹസ്യപാപങ്ങൾക്ക് അടിമപ്പെട്ടുപോയ, മറ്റു തരം ലോകമൈത്വത്തിന് അടിമപ്പെട്ടു പോയവനെ ആ കെട്ടുപൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കരുത്തുള്ള ഒരേ ഒരു കരം കാൽവരിയിൽ തുളയ്ക്കപ്പെട്ട യേശുവിന്റെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. മദ്യപാനിയെ നന്നാക്കിയെടുക്കുവാൻ, പുകവലിക്കാരനെ നന്നാക്കിയെടുക്കുവാൻ, കൂലിത്തല്ലുകൊണ്ട് ഉപജീവനം കഴിക്കുവാൻ ജീവിതത്തെ സമർപ്പിച്ചവനെ കഴുകിപ്പെറുക്കിയെടുക്കുവാൻ ശാസ്ത്രത്തിന്റെ പണിപ്പുരയിലെ ഗവേഷണ, നിരീക്ഷണ, അന്വേഷണങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങ് ചന്ദ്രമണ്ഡലത്തിലെത്തപ്പെടാൻ വണ്ടി ഉണ്ടാക്കി നമ്മൾ, അവിടെ ഒളിഞ്ഞു കിടക്കുന്ന വെള്ളം കോര പാത്രമുണ്ടാക്കുക നമ്മളിപ്പോ. പക്ഷേ ഇവിടെ ജീവിതത്തെ തകർത്ത് മുടിച്ചുകൊണ്ട് പെറ്റതള്ളയ്ക്ക് പോലും അപമാനമായി അവരെ തലേ കൈവച്ച്, എന്റെ ദൈവമേ ഇവൻ എന്റെ വയറ്റി വന്നു പറന്നു പോയല്ലോ എന്ന് തലേ കൈവച്ച് കരയുന്ന ആ കരച്ചിലിന് പരിഹാരമുണ്ടാക്കാൻ ലോകത്തിലൂടെ ഇടപാടുമില്ലാതിരിക്കുമ്പോൾ അതിന് പരിഹാരം എന്റെ കർത്താവിന്റെ രക്തത്തിന് മാത്രമാണ്. അവന് മാത്രമേ മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന, മതിച്ചിരിക്കുന്ന, അവനെ ചുറ്റിവരിഞ്ഞിരിക്കുന്ന കെട്ടുകളെ പൊട്ടിച്ചവനെ സ്വതന്ത്രനാക്കാൻ കഴിയും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ഞാൻ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ കണ്ടുകൊണ്ട് പ്രഖ്യാപനം ചെയ്യാം. ഈ യോഗത്തിന്റെ സന്ദേശങ്ങൾ കഴിഞ്ഞ രാത്രികളിലും ഈ രാത്രിയിലും അടുത്ത രാത്രിയിലുമൊക്കെ ഇരുട്ടിന്റെ മറവിൽ ദൂരെ ഇടവഴിയിൽ പെരുവഴിയിൽ മാറി നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന ചില വ്യക്തികളുടെ ഉൾത്തടത്തിൽ ഇത് ആഞ്ഞു പതിക്കുന്നുണ്ട്. എത്രയും വേഗം ഒരു ചുവട് മാറ്റത്തിന് അവരുള്ളിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ നാട്ടുകാരായ നിങ്ങൾ വിഭാവന ചെയ്യാത്ത ചില വ്യക്തികൾ നിങ്ങളോട് ആ വിവരം പറഞ്ഞ് ഒരുമിച്ച് കൂട്ടായ്മ കൂടാൻ അടുത്തു വരുമെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്തവ ജീവിതത്തിന്റെ പാരമ്പര്യം ഒത്തിരി പറയാനുണ്ടെങ്കിലും പുകവലിയിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും മറ്റു തര ലഹരിയോടുള്ളതായിരിക്കുന്ന ആസക്തിയും വിട്ടുപോരാൻ മനസ്സ് അകത്തുണ്ടെങ്കിലും വിടാൻ പറ്റാതെ അതിനകത്ത് തന്നെ കെട്ടപ്പെട്ടു പോയ ചില വ്യക്തികളുടെ കെട്ടഴിച്ചവനെ സ്വതന്ത്രനാക്കുവാൻ കൂടിയാണ് ഈ യോഗം ഇങ്ങനെ ക്രമീകരിക്കാൻ ഇടയായത്. ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട് എന്ന കാര്യം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഈ ദേശത്തിന് ഒരു വലിയ മാറ്റമാകാൻ കർത്താവ് കൃപ ചെയ്യും. യേശു വെളിപ്പെട്ടത് രണ്ട് കാര്യത്തിന്: ഒന്ന് പാപങ്ങളെ നീക്കാൻ, രണ്ട് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കേണ്ടതിന്. മനസ്സിലായോ? പ്രത്യക്ഷതയുടെ ഉദ്ദേശം. ഒരിക്കൽ പ്രത്യക്ഷനായത് ഇതിനു വേണ്ടിയാണെങ്കിൽ ആ സംഗതികൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റെടുക്കാത്ത ഒരൊറ്റ വ്യക്തിക്ക് ഇനിയുള്ള പ്രത്യക്ഷത ഉപകാരമാകത്തില്ല. യേശു വരുന്നത് പാട്ടറിയാവുന്ന എല്ലാരെയും കൂടെ കൊണ്ടുപോകാനല്ല. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷ പറയുന്ന എല്ലാരെയും കൂടെ കൊണ്ടുപോകാനല്ല. വെള്ളയുടുത്ത മുഴുവൻ ആളുകളെയും കൂടെ പെറുക്കിക്കൊണ്ടുപോകാനല്ല യേശു വരുന്നത്. പിന്നെ എന്തിനാ വരുന്നതെന്നറിയാമോ? ഇനി അതാ ഞാൻ പറയാൻ പോകുന്നത്. ആർക്കാണ് അവന്റെ അടുക്കൽ സമാഗമിക്കാൻ കഴിയുന്നത്? കാത്തു നിൽക്കുന്ന എല്ലാവരും പോകുമോ? ഇല്ല. ഇനി അവന്റെ അടുക്കൽ സമാഗമിക്കാൻ കഴിയുന്നത് ആരാണെന്ന അനുഗ്രഹീത ചിന്താഭാഗങ്ങളിലേക്ക് നാം ഈ സന്ദേശത്തിന്റെ രണ്ടാം ഭാഗമായി പ്രവേശിക്കുകയാണ്. ഒരിക്കൽ പ്രത്യക്ഷനായ യേശു രണ്ട് കാര്യങ്ങളെ സാധ്യമാക്കി. ആ രണ്ട് കാര്യങ്ങളുടെ ഭാഗധേയമായി നാം മാറ്റപ്പെടുമ്പോഴാണ് ഇനിയുള്ള പ്രത്യക്ഷതയിൽ അവനോടൊപ്പം സമാഗമിപ്പാൻ നാം യോഗ്യതയുള്ളവരായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടു, ഈ കെട്ടുകളെല്ലാം അഴിഞ്ഞു, കർത്താവിനോടുകൂടെ കൃപയാൽ ഈ പാർത്തലത്തിൽ ഇങ്ങനെ മുൻപോട്ട് നീങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഉറപ്പാണ്, നമ്മുടെ ഒരു പ്രത്യാശയാണ്. പക്ഷേ സമാഗമിക്കാൻ ആർക്ക് കഴിയും? പ്രത്യക്ഷതയിൽ സമാഗമിക്കാൻ ആർക്ക് കഴിയും എന്നതിനെ കുറിച്ച് ഇനി ഞാൻ സവിസ്തരം പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ആർക്കാണ് യേശുവിന്റെ പ്രത്യക്ഷതയിൽ സമാഗമിപ്പാൻ കഴിയുന്നത്? ഒന്നാമത്തെ യോഗ്യത ദൈവമക്കളോടാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടാണ്. ദൈവവചനാധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവരോടാണ് ഇനി ഞാൻ സംവാദിക്കുന്നത്. ശ്രദ്ധിക്കുക. ആർക്കാണ് അവന്റെ അടുക്കൽ സമാഗമിക്കാൻ കഴിയുക? അതിന് ഏറ്റവും ഉത്തമമായ ഒരു യോഗ്യത വെളിപ്പെടുത്തുന്ന വാക്യം തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെയാണ്. 5-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യം. യേശുവിന്റെ പ്രത്യക്ഷതയിൽ അവന്റെ അടുക്കൽ സമാഗമിക്കുവാനുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഒരു യോഗ്യത അവിടെ പറയുന്നുണ്ട്. പ്രത്യക്ഷത എന്ന പദത്തോടുകൂടിയ മറ്റൊരു വാക്യമാണ്. ശ്രദ്ധിക്കണം. അവിടെ വാക്യം ഇങ്ങനെയാണ്. ആ വാക്യത്തിന്റെ ഭാഷ്യം ശ്രദ്ധിക്കുക. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് എന്നിവ അവന്റെ പ്രത്യക്ഷത വരെ അനന്യമായി കാക്കപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് പറയാൻ പറ്റും? ഇന്ന് രാത്രി ആ വാക്യത്തിന്റെ ആഴം മനസ്സിലായവർക്ക് ഹല്ലേലൂയയുടെ പാട്ട് പാടാൻ കഴിയുകയുള്ളൂ. ആർക്കാ പ്രത്യക്ഷനാകുന്നവന്റെ അടുക്കൽ സമാഗമിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം പൗലോസ് ആത്മനിയോഗത്താൽ പറയുന്നു. ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും അനന്യമായി കാക്കാൻ ആർക്ക് കഴിയും? അവർക്കാണ് അവന്റെ അടുക്കൽ പ്രത്യക്ഷനാകാൻ കഴിയുന്നത്. ജീവിതത്തിൽ തിന്മയില്ലാതെ, ദേഹിയിൽ മലിനതയില്ലാതെ, ആത്മാവിന്റെ അഫലത മാറിക്കിട്ടിയിട്ട് വീണ്ടും അന്തരാത്മാവിൽ വല്ലാത്ത തിന്മ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രത്യക്ഷതയിൽ സമാഗമിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും